ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. ആ യേശു കുരിശുമ്പോൾ കിടന്നോണ്ട, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന അയാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാറിയാ അമ്പി അന്യൻ റമോ ക്യാമറ കണ്ടപ്പോഴത്തേക്കും എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യണ്ടേ? അതാണ് ആ ലാസ്റ്റ് പറഞ്ഞ വാക്കൊക്കെ അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തമ്മിലടിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അവരെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ? പക്ഷെ ഒരാളെ തല്ലണം പിടിക്കണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതൊന്നും ഞാനും അംഗീകരിക്കുന്നില്ല. അപ്പൊ അനീഷ് ബ്രോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കിച്ചുവിനെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ടും സായിയെ വിമർശിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാൻ കേട്ടോ. ഈ അനീഷ് ബ്രോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ആളുകളുടെ താല്പര്യങ്ങളാണല്ലോ അല്ലേ, ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളത്. പക്ഷെ നേരിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം തന്നെയാണ് അത് എന്നുള്ളതാണ്. ഞാൻ രേണു അങ്ങനെ കാണിച്ചാൽ വിമർശിക്കും, ഞാൻ രേണു ഇങ്ങനെ കാണിച്ചാൽ വിമർശിക്കില്ല. ഇപ്പൊ ക്യാൻസർ ആണ്, ക്യാൻസർ അല്ല എന്ന് പറയുന്ന ആളുകളെ ശക്തമായി ഞാൻ എതിർക്കുന്ന പറയുന്നത്. തീർച്ചയായിട്ടും രേണുവിന് ക്യാൻസർ ഇല്ല എന്നൊന്നും ഞങ്ങൾ ആരും എവിടെയും പറയുന്നില്ല. രേണുവിന് ക്യാൻസർ ആണെന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാതിരുന്ന ഒരു സമയം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയതെന്ന് അനീഷ് ബ്രോയ്ക്കും അറിയാം. അനീഷും പറയുന്നുണ്ടായിരുന്നു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇപ്പൊ കിച്ചു സപ്പോർട്ട് അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും അനീഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ചില ആളുകൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോ മറുകണ്ഠം ചാടാൻ എന്താ കാരണം, എന്തെങ്കിലും തടഞ്ഞോ എന്ന് വെച്ചപ്പോൾ 10 ലക്ഷം കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ ആ കമന്റ് കാണുന്നുണ്ട് ഔസൈറ്റിൽ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നീ ഇവിടെ ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, യേശു കുരിശിൽ കിടക്കുന്നത് കൊണ്ടാണ് ചാട്ടവാർ കൊണ്ട് അടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഒരു പുരോഹിതനെ അധിക്ഷേപിക്കുകയാണ്. നീ ഒരു മതത്തെയാണ് അധിക്ഷേപിക്കുന്നത്. നീ മറ്റുള്ള പുരോഹിതന്മാരെ, മറ്റ് ഇതര മതത്തിലുള്ള പുരോഹിതന്മാർക്കെതിരെ നീ ഇങ്ങനെ പറയുമോ? എന്റെ പൊന്ന അനീഷ് ബ്രോ, മറ്റേതെങ്കിലും ഒരു പുരോഹിതൻ ഈ അയൽക്കൂട്ട പരിപാടി നടത്തുന്നതായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത് ഒരു സ്ഥലം കൊടുത്തു എന്ന പേരും പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണസുന എന്ന് പറയുന്ന വ്യക്തി. അത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് മാറ്റിവെക്കുകയാണെങ്കിൽ, അത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, എന്നാലും മാറ്റിവെച്ചോ. ഇപ്പൊ ഒരു വിഷയമില്ലാതെ രേണുവിനെ കുറിച്ചൊരു കാര്യവും പറയാതെ, കമായി എന്നൊരു അക്ഷരം മിണ്ടാതെ അവന്റെ പ്രൊമോഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നും എന്നെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊക്കെ അവരുടെ സ്വന്തം ചാനൽ വഴി പറഞ്ഞപ്പോൾ അവൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. വീണ്ടും അത് തന്നെ രേണുസുതി ആവർത്തിക്കുന്നു. ആ ഒരു സമയത്ത് അവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ചില ആളുകളുടെ വിഷമം ഞാൻ മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ആ വീഡിയോയും വെച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നു. താങ്കൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാണ്. ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ, ആളുകളുടെ വിഷമം പാറ്റാൻ വേണ്ടിയിട്ട് നീ രേണുവിനെ കാണാൻ പോകരുതെന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ. ആ വീഡിയോ നേരെ രേണു എടുത്ത് അവരുടെ പ്രൊഫൈൽ അങ്ങ് ഷെയർ ചെയ്യുന്നു. അതിനർത്ഥം രേണുവിന് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മുൻപ് രേണുവിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കിച്ചു റൂം അടച്ചു വെച്ച് ഇരുന്ന് കഞ്ചാവ് ഇരുന്ന് വലിക്കുകയാണ് എന്നും അവന്റെ മുറിയിലേക്ക് എങ്ങനെയാണ് ഈ രേണുവിന് ചെല്ലാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ വീഡിയോയും അവർ സ്വന്തം പ്രൊഫൈൽ ഇട്ടു. അതായത് അതൊക്കെ അംഗീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നിങ്ങൾ വലിച്ചു കീറിക്കോളൂ അവനെ എന്നാണ് അതിന്റെ മൗനസമ്മതവും അല്ല പ്രത്യക്ഷത്തിൽ അവർ പറയുന്നത് അല്ലെ. ആ ഒരു സന്ദർഭത്തിലാണ് പയ്യൻ വന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്, അമ്മയോട് ഞാൻ ഇന്ന കാര്യം പറഞ്ഞിരുന്നു, ഇത് ചെയ്യരുത് എന്നുള്ളത്. വീണ്ടും വിശദീകരണവുമായിട്ട് വന്ന രേണുസുതിയുടെ വാക്കുകളിൽ എന്താണ് ഉണ്ടായത്? ഭീഷണികളും ആ പയ്യൻ എന്തോ വലിയൊരു അപരാധം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നിന്നെ ഋതപ്പൻ ചേട്ടനായിട്ടാണ് കാണുന്നത്, ഇതിൽ മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വലിച്ചു കീറാനിട്ട് കൊടുത്തു അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബിഷപ്പിന്റെ രംഗപ്രവേശനം. ബിഷപ്പ് പറഞ്ഞ വാക്കുകളിലും എന്താണ് ഇരിക്കുന്നത്? കിച്ചുവിനെ ഭയങ്കരമായിട്ട് ത്രട്ടണിങ് ചെയ്യുന്ന രീതിയിൽ, ഭീഷണിപ്പെടുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ട് ഒരുപാട് യൂട്യൂബർമാർ രംഗത്ത് വന്നു. ഞാനും പറഞ്ഞു, ഇപ്പൊ സായി പറഞ്ഞ തല്ലണം പിടിക്കണം എന്ന് പറഞ്ഞ വാക്കിനെ ഒന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരു മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇത് എന്നുള്ളത്. അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. കാരണം ഇതേ ബിഷപ്പ് തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കുറെ കോൺട്രവേഴ്സികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല, കാരണം എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. താങ്കളിലേക്ക് തന്നെ വരാം, പറ. ഈശോന് ആരോരുമില്ലാതെ ഇരുന്നപ്പോൾ ഒരു കൈത്താന്ന് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ ബിഷപ്പ്. അല്ലാതെ നീയൊന്നും അല്ല. അന്നൊന്നും നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. കണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന് അവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് അതൊക്കെ സത്യങ്ങൾ വരുന്ന സമയത്ത് നീയൊക്കെ മനസ്സിലാക്കും. ഓക്കെ, ബാക്കി മറ്റേത് പറയാ അമ്പി അന്യൻ റമോ
ക്യാമറ കണ്ടപ്പോൾ എല്ലാ ഭാവം എടുത്ത് പുറത്തുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാവരും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും നമ്മളെ പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടിപ്പിക്കണോ ചെയ്യണ്ടേ? അതാണ് ആ ബിഷപ്പൊക്കെ. പിന്നെ മകനും അമ്മയും തമ്മിലുള്ള വിഷയം തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് അതോ പറഞ്ഞു തീർക്കുകയാണോ ചെയ്യേണ്ടതെന്നാണ് ഇവൻ പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ബിഷപ്പ് ഒരു താക്കീത് പോലെയാണ് അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതെന്തെന്നുള്ളത് അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഒരു വീഡിയോ പോലും ഈ കാര്യത്തെക്കുറിച്ച് ചെയ്യാത്തത്. ഓ അനീഷ് ബ്രോ സ്കോർ ചെയ്തു അല്ലെ, അടിപൊളി. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് താക്കീത് ചെയ്യുന്നത്? രേണുവിനെയും രേണുവിന്റെ വീട്ടുകാരെയും വ്യക്തമായിട്ട് അറിയുന്ന, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു വരുത്തുന്ന തങ്കച്ചൻ ചേട്ടൻ അല്ലെ, അല്ലെങ്കിൽ ആ വീട്ടുകാർ, അവരുടെ കയ്യിൽ നിന്നും കിച്ചുവിന്റെ നമ്പർ ഒന്ന് കിട്ടുവാനും ആ നമ്പറിലേക്ക് വിളിച്ച് കിച്ചു മോനെ ഇന്നതാടാ കാര്യങ്ങള് എന്ന് പറയാനും എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമിലേക്ക്, ആ ചാനലിൽ എല്ലാവരും കാണും കേട്ടോ, ഇദ്ദേഹത്തിനും താല്പര്യമില്ലാത്തൊരു ചാനലാണ്, എന്നാലും പോലും പറയാ, ആ ഒരു ചാനലിലൂടെ അവനെ എന്താ പറഞ്ഞത്? എഴുതാപ്പുറം വായിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ചു കൊടുത്തു അല്ലേ? അവന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഇപ്പൊ അവനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും ഒരു സംശയ ദൃഷ്ടിയിലേക്ക് വച്ച് നീട്ടുന്ന രീതിയിലേക്ക് എന്തോ ഡയലോഗ് അടിച്ചു. അതിന് താങ്കൾ എന്താ പറയുന്നത്? ഇതൊക്കെ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അനീഷേ. അനീഷ് പറഞ്ഞ ഒരു കാര്യമൊക്കെ, ബിഷപ്പിനെ ഇങ്ങനെ തല്ലണം എന്നൊക്കെ പറഞ്ഞ വാക്ക്, അതൊക്കെ സായി പറഞ്ഞ് ശരിയല്ല എന്നുള്ള കാര്യമൊക്കെ കറക്റ്റാ. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും താങ്കൾ ഊട്ടിയുറപ്പിക്കുന്നത് കിച്ചു അങ്ങനെ ഇങ്ങനെ ഊളത്തരം ചെയ്തു എന്നുള്ളതാണ്. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ താങ്കൾ അടുത്ത വീഡിയോ ഇത് പറയണം കേട്ടോ. കാരണം താങ്കൾ ഒരു ബാധ്യസ്ഥനാണ്. ഇപ്പൊ ബിഷപ്പ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട്, അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ താങ്കൾക്കും ആ ധാരണ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയവ് ചെയ്ത് അടുത്ത വീഡിയോയിൽ എന്താണ് ആ കാര്യങ്ങളൊന്നൊന്ന് വിശദീകരിക്കണം കേട്ടോ. കാരണം താങ്കൾ ഇപ്പൊ ബാധ്യസ്ഥനാണ്. ആ രീതിയിലാണ് വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഭയങ്കര പ്രഷർ കൂടുന്നുണ്ട് താങ്കൾക്ക്. പ്രഷർ ഇങ്ങനെ കൂട്ടിയിട്ടൊന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അത് വലിയ അബദ്ധമാണെന്നുള്ളതാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. എടാ, തെറ്റ് ചെയ്ത സമയത്ത്, ഇപ്പൊ രേണു തെറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ രേണുവിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു, മനസ്സിലായോ? ഇപ്പം ഈ പറയുന്ന കിച്ചുവിനെ എന്ന് പറയുക അങ്ങ് അടിച്ച് താഴെ ഇട്ടതല്ല. കിച്ചു എന്താണ് അന്ന് അവിടെ അന്ന് എന്താണ് സംഭവിച്ചത്, അത് മീഡിയക്കാർ ചോദിച്ച സമയത്താണ് ഈ ബിഷപ്പ് അത് പറഞ്ഞത്. ഓക്കെ, കിച്ചു അവിടെ എന്താണെന്ന് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ബിഷപ്പ് ഇത് പറഞ്ഞതെന്നുള്ളത്. താങ്കൾ ആ ഇന്റർവ്യൂ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒന്ന് കാണണമായിരുന്നു. കിച്ചുവിനെ കുറിച്ച് ഇങ്ങോട്ടാണ് ഇത്തരം കാര്യങ്ങൾ ബിഷപ്പ് പറഞ്ഞത്, അല്ലാതെ കിച്ചു വീട്ടിൽ എന്താ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തുവാ? എന്തായാലും ബിഷപ്പുമായിട്ട് അനീഷ് സംസാരിച്ച ഈ ഒരു ശബ്ദ സന്ദേശം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. എനിക്ക് ബിഷപ്പിനോട് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ പ്രഷർ കൂടി സംസാരിക്കല്ലേ, പ്രായമായിട്ട് വരുന്ന ആളുകളാണ്. നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം എന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു ശ്രുതിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞത് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഓ എന്റെ പൊന്ന അച്ചോ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ, ഒരു തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ഒരു പുരോഹിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആളുകളുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു മനുഷ്യൻ ഒരാളെ വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കൂ? ഒരിക്കലുമില്ല. അവർ പരമാവധി ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്ന മനുഷ്യനാണ്. താങ്കളുടെ കമന്റിലും അത് കാണാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രേണു ഇത്രയും നാൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും അതുകൂടാതെ തന്നെ അവരുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ താങ്കൾ മറക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ പണ്ട് പറഞ്ഞ വാക്കുകളും താങ്കൾ മറക്കുന്നു, താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞ വാക്കുകളും താങ്കൾ മറക്കുന്നു അല്ലേ? ഇതൊക്കെ മറക്കുന്നു അവർ പേഷ്യന്റ് ആയതുകൊണ്ട്. അവർക്ക് ഇപ്പൊ വേണ്ടത് നല്ല പ്രാർത്ഥനകളാണ്, നല്ല കരുണയാണ് എന്നുള്ളതാണ്. അപ്പൊ താങ്കൾ അതൊക്കെ മറന്നു ദൈവത്തിന്റെ മാർഗത്തിലേക്ക് താങ്കൾ പോകുന്നു. അതുപോലെ തന്നെയല്ലേ കിച്ചുവിന്റെ കാര്യം? ഏതോ കാലഘട്ടത്തിൽ അവന്റെ ബുദ്ധി ഉറക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങൾ തെറ്റ് തിരുത്തേണ്ട വീട്ടുകാർ പോലും അവനെ നോക്കാത്ത ഒരു കാലഘട്ടത്തിൽ അവൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് അവന്റെ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി. അതൊന്നും കൂടാതെ അവിടുന്ന് എന്തൊക്കെ ഉണ്ടായി താങ്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല അതെന്താണെന്നുള്ളത്. ഞാൻ എഴുതാപ്പുറം വായിക്കുന്നില്ല, താങ്കൾ തന്നെ എഴുതാപ്പുറം വായിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിട്ടുണ്ട് രേണുവിന്റെ കാര്യത്തിൽ. എന്തുകൊണ്ട് താങ്കൾക്ക് അത് മറക്കാൻ കഴിയുന്നില്ല? രേണുവിന്റെ കാര്യം താങ്കൾ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു പയ്യന്റെ ലൈഫ് അവിടെ സ്പോയിൽ ആവാൻ പോവുക നിങ്ങളുടെ വാക്ക് കാരണം. താങ്കൾ അത് ചെയ്തില്ല.
താങ്കൾ അവിടെ പറയേണ്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പകുതി വെച്ച് നിർത്തിയിട്ട് ഇനി ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മനുഷ്യന്മാരാണ്, മലയാളികളാണ്, അവർ വായിക്കും, എഴുതാപ്പുറവും അതിൻ്റെ അപ്പുറവും കൂട്ടി വായിക്കും. അതിന് അവസരം താങ്കൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സീക്രട്ട് ഏജന്റ് പറഞ്ഞ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ, അതിലൊരു വാക്ക് യോജിക്കുന്നുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള ഈ ഒരു വിഷയം ആളി കത്തിക്കരുത്. താങ്കൾ അത് ആളി കത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുധിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. ഇതിപ്പോ സാധാരണക്കാരെ പോലെ തന്നെ താങ്കളാകുന്നു. അപ്പൊ താങ്കളിൽ എന്തെങ്കിലും അസാധാരണത്വം വേണമല്ലോ. താങ്കളിൽ അസാധാരണത്വം എന്താണെന്നറിയോ? ആളുകളെ സഹായിക്കുന്നു, വീണ് കിടക്കുന്നവനെ ഉയർത്തി എണീപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ഒരു നന്മ ചെയ്യുമ്പോൾ ഇതിന്റെ ഇപ്പുറത്ത് കൂടെ താങ്കൾ ചെയ്യുന്ന ഒരു വലിയ തിന്മയാണ് ഇപ്പൊ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നു, എന്നോട് ചോദിച്ചാൽ ഞാൻ അത് പറയും. താങ്കൾ അത് പറയും, അത് ചെയ്യും, അതവൻ ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്ത് വലിയ മണ്ടത്തരാണ്. ആ പയ്യൻ എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പൊ അനീഷിന് വേണ്ടത് എന്താ വെച്ചാൽ അവൻ ഇത് പറയണം എന്നുള്ളതാണ്. അവന്റെ പാടും നോക്കിയൊരു മൂലയിലൂടെ പോവുകയാണ്. ഒരു വീട്ടമ്മ ബിഷപ്പുമായി സംസാരിച്ച ഒരു ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, താങ്കൾക്ക് പല കാര്യങ്ങളും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്നുള്ളത്. ഇതൊക്കെ ഒരു പുരോഹിതൻ പറയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ചില ആളുകൾക്കെങ്കിലും താങ്കളോട് ഒരു ദേഷ്യം വരുന്നത്. താങ്കൾ അത് മനസ്സിലാക്കണം. താങ്കളോട് ഒരു ദേഷ്യവും ആർക്കും ഉണ്ടായിരുന്നില്ല. താങ്കൾ ആ ചെക്കനെ വീണ്ടും ഇപ്പൊ അനീഷിന്റെ ഈ ശബ്ദ സന്ദേശത്തിലും അത് തന്നെയല്ലേ കേൾക്കുന്നത്? പലതും അത് ഞാൻ പറയാതിരിക്കുന്നു എന്നാ പറയുന്നത്. അതെന്താ? അതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാർ കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ദേഷ്യം പിടിക്കുന്നുണ്ട്, വല്ലാണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പൊ ബിഷപ്പ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾ നിരന്തരം വീട് ചെയ്യൂ, എനിക്കൊരു കുഴപ്പവുമില്ല. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരിക്കലും ബിഷപ്പിനെ തെറി വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ തെറി വിളിച്ചുകൊണ്ടോ ഒരു വീഡിയോ ചെയ്യാറില്ല. ഇദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കിച്ചു ചെയ്ത തെറ്റെന്താണ്? ജനങ്ങൾ വീണ്ടും ആ പയ്യനെ ക്രൂശിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. ആ ചെക്കൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാ എന്ന രീതിയിൽ പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എൻ്റെ പൊന്നു ബിഷപ്പ് സാറേ എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്കൾ പറഞ്ഞ ഒരു സമയത്ത് രേണുവിന് ആ സ്ഥലം കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ സ്ഥലം കൊടുത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലും താങ്കൾ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്. അത് രേണു അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊരു വീഡിയോയിൽ രേണു അത് സമ്മതിച്ചു തന്നു. ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സഹായം ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അവർ തന്നെയാണ് അതിനൊക്കെ കാരണക്കാരായിട്ട് നിന്നത് എന്നുള്ളതാണ്. ഞാൻ ഏത് കുടുംബമാണ് തകർക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ബിഷപ്പ് പറയുന്നത് അല്ലേ? താങ്കൾ പഴയ ഇന്റർവ്യൂകളൊക്കെ മുഴുവനായിട്ട് നോക്ക്. അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ കിച്ചുവിനെ വലിച്ചു കീറാൻ താങ്കൾ ഇട്ടുകൊടുത്തില്ല എന്ന് തന്നെയാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അപ്പോൾ അത് താങ്കളുടെ മനോഭാവത്തിന്റെ കുഴപ്പമാണ്. ഇനി അനീഷിന് എന്തോ പറയാനുണ്ട്. ഓക്കെ, ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ട് വാതുറപ്പിച്ചത് കിച്ചു തന്നെയാണ്. അവൻ കാരണം ആ വീട്ടിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അവൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം, ആ വീട്ടുകാർക്കറിയാം, പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ചുമ്മാ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങോട്ട് ഇതാക്കുക, അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ടടിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്താണ്? അഥവാ ഓക്കെ, കിച്ചുവിന് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക തെറ്റാണ്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനൊരു വീഡിയോ ആയിട്ട് എടുത്തേ. നിങ്ങൾ പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വീഡിയോ ഇടിയിക്കേ, അല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അത് അതാണ് നിങ്ങൾ ചെയ്യിക്കേണ്ടത്.
അതാണോ ചെയ്യിക്കേണ്ടത്? താൻ എന്തൊക്കെയാണ് പറയണ അനീഷേ? അനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം. അനീഷ് എടുത്ത സ്റ്റാൻഡുകൾ ഉണ്ടല്ലോ, നിലപാടില്ലായ്മ, അത് താങ്കളൊന്ന് പോയി നോക്കണം കേട്ടാ. രേണുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒന്ന് കൃത്യമായി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്കളുടെ താല്പര്യമാണ് ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണ്ട എന്നുള്ളത്. രേണുവിന്റെ കൂടെ തന്നെയാണ് ഇവിടെ എല്ലാ മനുഷ്യന്മാരും നിന്നിട്ടുള്ളത്. അത് താങ്കളൊന്ന് വ്യക്തമായി നോക്കിയാൽ മനസ്സിലാവും. താങ്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ തെറ്റ് കണ്ടപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു, അവരങ്ങനെ കാണിച്ചപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്താണ് ആ ചൂണ്ടിക്കാണിക്കലിന്റെ അർത്ഥം? അവരതിൽ നിന്ന് മാറട്ടെ, അതിൽ നിന്ന് മാറിയിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാവട്ടെ എന്ന് തന്നെയല്ലേ? അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല. അവർ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ വീഡിയോസിലുള്ള മിസ്റ്റേക്കുകൾ അവിടെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒരുപാട് അതേ രോഗമുള്ള ആളുകൾക്ക് സങ്കടമുണ്ടാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മരുന്ന് കുറിപ്പുമായി വന്ന സമയത്ത് പോലും രമ്യ എന്ന് പറയുന്ന വ്യക്തിയും ആ ശബ്ദ സന്ദേശങ്ങൾ നൽകി ആ പാവപ്പെട്ട പേഷ്യൻസിനെയും അവർ നുണ പറയുകയാണ് എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിച്ചതും അവർ തന്നെയാണ് എന്നുള്ളതാണ്. വലിയൊരു തെറ്റ് അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വീഡിയോസുകൾ വന്ന സമയം മുതൽ, ആ കാലഘട്ടം മുതലേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിലുറച്ചു നിൽക്കുന്ന ആളല്ല രേണു, മാറി 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 കളിച്ചുകൊണ്ടിരിക്കും. അനീഷ് ബ്രോ, നിങ്ങളും അതുപോലെ ആവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. ഞങ്ങൾ രേണുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഓരോ മനുഷ്യന്മാരും ദയവ് ചെയ്തൊരു 10 സെക്കൻഡെങ്കിലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമല്ലേ, എന്താണ് ബിഷപ്പ് പറഞ്ഞത് എന്ന് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ, സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഈ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അനീഷിന് എന്താ തോന്നിയത് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ തന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ എന്തിനാണ് ഇദ്ദേഹം ഒന്ന് പറയുന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അദ്ദേഹം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളല്ല. പക്ഷെ പല ആളുകളും പറയുന്നത് കൊണ്ട് പല വീഡിയോസും കണ്ടിട്ട് അതിന്റെ അഭിപ്രായം രേണുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ടെന്ന കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്റർവ്യൂകൾക്കൊക്കെയുള്ള മറുപടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വെട്ടൊന്ന് മുറി 2 എന്നുള്ള ആ ഒരു പ്രകൃതം, ആ ഒരു സംസാരം ഒരു ബിഷപ്പിന് ചേർന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ചാട്ടവാറടിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ പറയുന്നത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്, ഇതൊരു ഊളത്തരം തന്നെയാണെന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സഹായിച്ചൊരു ബിഷപ്പാണ്. പക്ഷേ നിലപാട് അത് മാറ്റി മാറ്റി കളിക്കരുത്, അതാരായാലും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.